ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടതുമായ ഒരേയൊരു പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്, വിശുദ്ധ ബൈബിളാണ്. എന്നാൽ ആധുനിക ലോകത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിനോ പഠിക്കുന്നതിനോ ധ്യാനിക്കുന്നതിനോ അനുസരിക്കുന്നതിനോ ആളുകൾക്കുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നു എന്നുള്ള പരാതി പലപ്പോഴും പലരിൽ നിന്നും കേൾക്കാറുണ്ട്. നാം എത്രമാത്രം ഔന്നത്യത്തിൽ എത്തിയാലും പുരോഗതി പ്രാപിച്ചാലും ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് തിരുവചന പാരായണവും ദൈവവചന ധ്യാനവും. ഇത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ എന്നൊക്കെ ആളുകൾ ഇന്നത്തെ പല ആളുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന, ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിക്കുന്ന ആളുകൾ എക്കാലത്തും ഒരു പ്രകാശഗോപുരം പോലെ നിന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മോട് പറയുന്ന സാക്ഷ്യമാണ്. ഇതൊന്നും അറിവുള്ളവർക്ക് ആവശ്യമുള്ളതല്ല, ബുദ്ധിയുള്ളവരാരും ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കത്തില്ല എന്നൊക്കെ പരിഹാസികളായ ചിലർ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും, നിരീശ്വരവാദികൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകൾ കൊടുക്കുന്നുണ്ടെങ്കിലും, ലോകത്തിൽ വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ആശ്വസിപ്പിക്കുന്ന ഒരേ ഒരു വചനം ദൈവം അരുളി ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിൾ വിശ്വസിക്കുന്ന ഒരു സാധു സ്ത്രീയോട് ഒരിക്കൽ ബൈബിളിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പുസ്തകം വായിക്കുന്നത്? വളരെ താഴ്മയോടും വിനയത്തോടും കൂടി ആ പാവപ്പെട്ട സ്ത്രീ മറുപടി നൽകി, ദൈവത്തിൻ്റെ വചനം എനിക്ക് ഒരിക്കലും ഒഴിവാക്കുവാൻ പറ്റില്ല. എന്നിട്ട് ആ സാധു സ്ത്രീ ആ മനുഷ്യനോട് പറഞ്ഞത്, നിങ്ങൾ ആകാശത്തേക്കൊന്ന് നോക്കൂ, ആകാശത്ത് ഒരു സൂര്യൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? മറ്റേയാൾ പറഞ്ഞ ഉത്തരം, തീർച്ചയായും കഴിയും, കാരണം അത് ചൂടും വെളിച്ചവും നൽകുന്നത് കൊണ്ട് ആകാശത്ത് ഒരു സൂര്യനുണ്ട്. അപ്പോൾ ആ സ്ത്രീ വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞത്, ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന തിരുവെഴുത്തും. ഈ പുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത് വായിക്കുന്നവരുടെ ആത്മാവിന് പ്രസരിപ്പും പ്രത്യാശയും വെളിച്ചവും ഒക്കെ തരുന്നു എന്നുള്ളത് തന്നെയാണ്. ആകാശത്തൊരു സൂര്യൻ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ചൂടും വെളിച്ചവും കൊടുക്കുന്നു, അതും തികച്ചും സൗജന്യമായി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം അത് വിശ്വസിക്കുന്നവർക്ക്, അംഗീകരിക്കുന്നവർക്ക്, അനുസരിക്കുന്നവർക്ക് അവരുടെ ആത്മാവിൽ ലഭിക്കുന്ന, കൊടുക്കുന്ന പ്രത്യാശയും സമാധാനവും പറഞ്ഞ് തീർക്കാൻ പറ്റാത്തതാണ്. അനേക മഹാന്മാർ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരാണ്. D.L. മോഡി എന്ന് പറയുന്ന ദൈവഭൃത്യൻ ഒരിക്കൽ പറഞ്ഞു, വേദപുസ്തകം ദൈവാത്മപ്രേരിതമാണെന്ന് എനിക്കറിയാം, കാരണം അത് എപ്പോഴും എനിക്ക് ദൈവഹിതം ചെയ്യുവാനുള്ള ഉത്സാഹം നൽകുന്നു. ഇതെത്രയോ അനുഗ്രഹീതമായ ഒരു പ്രസ്താവനയാണ്. വിശ്വവിഖ്യാതനായ സൈന്യാധിപനും അമേരിക്കൻ പ്രസിഡൻറ്റുമായ ഡ്വൈറ്റ് ഡി ഐസനോവർ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബൈബിൾ ശാശ്വതമായ മൂല്യങ്ങളുടെ കലവറയാണ്. അത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അമൂല്യനിധിയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ കേന്ദ്ര കുറ്റാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവിയായി 1924 മുതൽ അനേക വർഷം പ്രവർത്തിച്ച എഡ്ഗർ ഹൂവർ പറഞ്ഞിരിക്കുന്നത്, സമ്പൂർണ്ണ ജീവിതത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അപ്രമാദ വഴികാട്ടിയാണ് വേദപുസ്തകം. മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ദുരാഗ്രഹം, ദ്രവ്യാഗ്രഹം, അക്രമവാസന, ആസക്തികൾ തുടങ്ങിയവയെ ഉന്മൂലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനത്തിന്
ശക്തിയുണ്ട് എന്ന് മാത്രമല്ല, സ്നേഹവും നീതിയും ഇതെല്ലാം മനുഷ്യനെ പഠിപ്പിക്കുവാൻ, എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കുവാൻ പര്യാപ്തമായ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ജപ്പാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയെയും സഖ്യകക്ഷികളെയും വിജയിപ്പിക്കുവാൻ ധീര നേതൃത്വം നൽകിയ ഒരു ജനറലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡഗ്ലസ് മക്കാർത്തർ എന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന, ഞാൻ എത്ര ക്ഷീണിതനാണെങ്കിലും എത്ര തിരക്കുകളുടെ നടുവിൽ ആണെങ്കിലും ദൈവവചനം വായിക്കാതെ ഒരു രാത്രി പോലും ഞാൻ എൻ്റെ കിടക്കയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ ഉന്നതന്മാരാണ്, മഹാന്മാരാണ്. സർവ്വലോകവും ഇന്നും ആദരിക്കുന്ന മഹാത്മാഗാന്ധിയോട് ഏത് ഗ്രന്ഥമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജിയുടെ മറുപടി എന്തായിരുന്നു? ബൈബിളിലെ പുതിയ നിയമം, അതിലെ ഗിരിപ്രഭാഷണങ്ങൾ ആയിരുന്നു എന്നാണ്. ഇതെല്ലാം നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന സംഗതികളാണ്. ഓർപ്പിക്കുവാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനം അത് യോഗത്തിന് കൊണ്ടുപോകുവാനുള്ള, കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു പുസ്തകം മാത്രമല്ല. പലരുടെയും വീടുകളിൽ ഒന്നിലധികം പല പരിഭാഷകളിലുള്ള മനോഹരമായ ബൈബിളുകൾ ഉണ്ടെന്നുള്ളത് സത്യമാണെന്നാൽ എത്ര പേർ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിന് സമയം കണ്ടെത്തുന്നു, അത് ധ്യാനിക്കുന്നതിന് സമയം കണ്ടെത്തുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആത്മാവിൻ്റെ ആഹാരവുമാണെന്ന് എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാനായിട്ട് കഴിയും? അതിന് കഴിയട്ടെ. ഈ തിരുവെഴുത്തുകൾ നമുക്കേറ്റവും പ്രകാശമായിട്ട് മാറട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനപ്രകാരം അങ്ങയുടെ വചനത്തോടുള്ള ദാഹവും വിശപ്പും വചനം കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.